മാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽ ചന്ദ്രൻ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ബീഹാറും പശ്ചിമബംഗാളും സന്ദർശിക്കും. നിരവധി വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി തുടക്കമിടും. ഇന്ത്യൻ സൈന്യം ആകാശ് പ്രൈം സംവിധാനം വിജയകരമായി പരീക്ഷിച്ചു. നാവികസേനയുടെ INS നിസ്താർ വിശാഖപട്ടണത്ത് ഇന്ന് കമ്മീഷൻ ചെയ്യും. മലപ്പുറം നഗരസഭയിലെ അങ്കണവാടികൾ പൂർണ്ണമായും ഹൈടെക്കായി. സംസ്ഥാനത്ത് ഇന്നും അതിശക്ത മഴയ്ക്ക് സാധ്യത. കാസർകോട്, കണ്ണൂർ, വയനാട് ജില്ലകളിൽ റെഡ് അലർട്ട്. 3 ജില്ലകളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി. ഇന്ത്യൻ ഗ്രാൻഡ് മാസ്റ്റർ പ്രജ്ഞാനന്ദ ലാസ് വെഗാസ് ഫ്രീസ്റ്റൈൽ ഗ്രാൻഡ്സ്ലാം ചെസ് ക്വാർട്ടറിൽ പ്രവേശിച്ചു. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ബീഹാറും പശ്ചിമബംഗാളും സന്ദർശിക്കും. രാവിലെ ബീഹാറിൽ കിഴക്കൻ ചമ്പാരൻ ജില്ലയിലെ മോത്തിഹാരിയിൽ 7200 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി തുടക്കമിടും. ഡെസ്ക് റിപ്പോർട്ട്. പൂർത്തിയായ പദ്ധതികൾ നാടിന് സമർപ്പിക്കുന്ന പ്രധാനമന്ത്രി നിരവധി പുതിയ പദ്ധതികൾക്ക് തറക്കല്ലിടുകയും ചെയ്യും. ബീഹാറിലെ പ്രധാന നഗരങ്ങളെ മറ്റു നഗരങ്ങളുമായി ബന്ധിപ്പിക്കുന്ന 4 അമൃത് ഭാരത് ട്രെയിനുകളും അദ്ദേഹം ഫ്ളാഗ് ഓഫ് ചെയ്യും. മോത്തിഹാരി ഗാന്ധി മൈതാനത്തെ പൊതുയോഗത്തെ നരേന്ദ്രമോദി അഭിസംബോധന ചെയ്യും. ഉച്ചകഴിഞ്ഞ് പശ്ചിമ ബംഗാളിലെത്തുന്ന പ്രധാനമന്ത്രി പശ്ചിമ ബർദ്വാൻ ജില്ലയിലെ ദുർഗാപൂരിൽ 5000 കോടി രൂപയുടെ വികസന പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യും. റെയിൽ, റോഡ്, IT, മത്സ്യമേഖല എന്നിവയുമായി ബന്ധപ്പെട്ട പദ്ധതികളാണ് ഇരു സംസ്ഥാനത്തും പ്രധാനമന്ത്രി നാടിന് സമർപ്പിക്കുന്നത്. കേന്ദ്ര ഗവൺമെന്റ് ഇതുവരെ 1,77,000 പരം ആയുഷ്മാൻ ആരോഗ്യമന്ത്രികൾ നിർമ്മിച്ചതായി കേന്ദ്രമന്ത്രി JP നദ്ദ അറിയിച്ചു. ഇവിടങ്ങളിൽ ടെലി കൺസൾട്ടൻസി സൌകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ടെന്നും അദ്ദേഹം ന്യൂഡൽഹിയിൽ പറഞ്ഞു. ആരോഗ്യകരമായ പ്രതിരോധ, പ്രോത്സാഹന, രോഗശാന്തി ചികിത്സാ സേവനങ്ങൾ രാജ്യത്ത് നൽകുന്നതിന് ഹോളിസ്റ്റിക് സമീപനത്തോടെയാണ് ഗവൺമെന്റ് പ്രവർത്തിക്കുന്നതെന്നും നദ്ദ വ്യക്തമാക്കി. ഹ്രസ്വദൂര ബാലിസ്റ്റിക് മിസൈലുകളായ പൃഥ്വി 2, അഗ്നി 1 എന്നിവ ഒഡീഷയിലെ ചാന്ദിപ്പൂർ ഇന്റഗ്രേറ്റഡ് ടെസ്റ്റ് റേഞ്ചിൽ വിജയകരമായി പരീക്ഷിച്ചെന്ന് രാജ്യരക്ഷാ മന്ത്രാലയം അറിയിച്ചു. എല്ലാ സാങ്കേതിക പ്രവർത്തന മാനദണ്ഡങ്ങളും പരീക്ഷണത്തിൽ കൃത്യമായി കണ്ടെത്താനായെന്ന് അറിയിപ്പിൽ പറയുന്നു. ഇന്ത്യൻ സൈന്യത്തിന്റെ ആകാശ് വെപ്പൺ സംവിധാനത്തിന്റെ പരിഷ്കൃത രൂപം ആകാശ് പ്രൈം വിജയകരമായി പരീക്ഷിച്ചു. ഉയരത്തിൽ പറക്കുകയായിരുന്ന 2 അതിവേഗ ലക്ഷ്യങ്ങളെ കൃത്യമായി നശിപ്പിക്കാൻ സംവിധാനത്തിന് കഴിഞ്ഞതായി സൈനിക കേന്ദ്രങ്ങൾ അറിയിച്ചു. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച സംവിധാനത്തിന്റെ വിജയം സൈനിക ശേഷിയിലെ നാഴികക്കല്ലാണെന്ന് അവർ വിശേഷിപ്പിച്ചു. ഇന്ത്യൻ നാവികസേന തദ്ദേശീയമായി നിർമ്മിച്ച ഡൈവിംഗിനെ പിന്തുണയ്ക്കുന്ന ജലയാനം INS നിസ്താർ ഇന്ന് വിശാഖപട്ടണത്ത് കമ്മീഷൻ ചെയ്യും. ആഴക്കടൽ ഡൈവിംഗിനും അന്തർവാഹിനി രക്ഷാപ്രവർത്തനത്തിനും ഉപയോഗിക്കാവുന്ന ജലയാനമാണിത്. രാജ്യരക്ഷാ ഉപകരണങ്ങൾ തദ്ദേശീയമായി നിർമ്മിക്കുന്ന ആത്മനിർഭർ പദ്ധതിയിലാണ് നിസ്താർ നിർമ്മിച്ചത്. കമ്മീഷനിംഗ് ചടങ്ങിൽ കേന്ദ്ര സഹമന്ത്രി സഞ്ജയ് സേത്ത്, നാവികസേനാ മേധാവി അഡ്മിറൽ ദിനേഷ് K. ത്രിപാഠി തുടങ്ങിയവർ പങ്കെടുക്കും. അഹമ്മദാബാദ് വിമാനാപകടത്തെക്കുറിച്ച് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ നൽകരുതെന്ന് എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ മാധ്യമങ്ങളോട് അഭ്യർത്ഥിച്ചു. അന്വേഷണം തുടരുമ്പോൾ തെറ്റായ വാർത്തകൾ നൽകുന്നത് നിരുത്തരവാദപരമാണെന്നും അന്തിമ അന്വേഷണ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുന്നതുവരെ കാത്തിരിക്കണമെന്നും AAIB അഭ്യർത്ഥിച്ചു. മലപ്പുറം നഗരസഭയിലെ മുഴുവൻ അങ്കണവാടികളും ഹൈടെക്കായി. കേന്ദ്രമന്ത്രി ജയന്ത് ചൌധരി ഇന്നലെ ഇതിന്റെ പ്രഖ്യാപനം നടത്തി. ജില്ലാ പ്രതിനിധി M. സുരേഷ് ബാബുവിന്റെ റിപ്പോർട്ട്. മലപ്പുറം നഗരസഭയിലെ മുഴുവൻ അംഗനവാടികളും എയർ കണ്ടീഷനിംഗ് ചെയ്ത് ഏറ്റവും ഹൈടെക് ആക്കി മാറ്റിയിരിക്കുന്നു. സ്മാർട്ട് TV, സൌണ്ട് സിസ്റ്റം, ഹൈടെക് കളിയുപകരണങ്ങൾ, ശിശു സൌഹൃദ ഫർണിച്ചറുകൾ, സ്റ്റോറേജ് ബിന്നുകൾ, മിക്സി, ഗ്രൈൻഡർ തുടങ്ങിയ എല്ലാം ഇവിടെ ഒരുക്കിക്കഴിഞ്ഞു. 64 അംഗനവാടികളുടെയും പുറംഭാഗം ട്രെയിനുകളുടെ കമ്പാർട്ട്മെന്റ് രൂപത്തിലാക്കി ഉൾവശത്ത് ഏകീകൃത കളറിംഗ് നൽകി കുട്ടികളിൽ കൌതുകം നിറയ്ക്കുന്ന കാർട്ടൂൺ കഥാപാത്രങ്ങൾ വരച്ച് ആകർഷകമാക്കിയിരിക്കുന്നു. കേന്ദ്ര ഗവൺമെന്റ് ഫണ്ടും നഗരസഭയുടെ തനത് ഫണ്ടും ഉൾപ്പെടെ 2,45,00,000 രൂപയാണ് ഇതിനായി ചെലവിട്ടിരിക്കുന്നത്. എല്ലാ അംഗനവാടികളും വൈദ്യുതീകരിച്ചതും പദ്ധതിയുടെ നേട്ടമാണ്. മാത്രമല്ല അംഗനവാടികളിൽ എത്തുന്ന മുഴുവൻ രക്ഷിതാക്കൾക്കും ഇരിക്കുന്നതിനായി 1000 കസേരകൾ ഒരുക്കിയപ്പോൾ ജീവനക്കാർക്കായി സൌജന്യ വിനോദയാത്ര അടക്കമുള്ള ശാക്തീകരണ പ്രവർത്തനങ്ങൾക്കും രൂപം നൽകി. മുഴുവൻ അംഗനവാടികളിലും ഉൾപ്പെടുത്തിയുള്ള കലോത്സവം സംഘടിപ്പിക്കുന്നതിനായുള്ള തുകയും വകയിരുത്തിയതായി ചെയർമാൻ മുജീബ് കാടേരി പറഞ്ഞു. സംസ്ഥാനത്ത് ഇന്നും അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. അതിതീവ്ര മഴ സാധ്യത മുൻനിർത്തി ഇന്ന് വയനാട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ ചുവപ്പ് ജാഗ്രത നൽകി. ഇടുക്കി, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ ഓറഞ്ചും, പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, തൃശൂർ, പാലക്കാട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയുമാണ്.
കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഈ മാസം 21 വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കനത്ത മഴ ഉണ്ടാകുമെന്ന മുന്നറിയിപ്പിനെ തുടർന്ന് കാസർകോട്, കണ്ണൂർ, വയനാട് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി നൽകിയിട്ടുണ്ട്. കാസർകോട് ജില്ലയിൽ പ്രധാന നദികളെല്ലാം കരകവിഞ്ഞൊഴുകുകയാണ്. താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി. കണ്ണൂർ ജില്ലയിൽ റെഡ് അലർട്ട് തുടരുന്നുണ്ടെങ്കിലും മഴയുടെ തീവ്രത കുറവാണ്. രാത്രിയിലും ശക്തമായ മഴയുണ്ടായില്ല. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ.ഒ. ശശിധരൻ. ജില്ലയിൽ കഴിഞ്ഞ 2 ദിവസത്തിനിടെ മഴയിലും കാറ്റിലും 15 വീടുകൾ ഭാഗികമായി തകർന്നു. മരം വീണും മതിലിടിഞ്ഞുമാണ് മിക്ക വീടുകൾക്കും കേടുപറ്റിയത്. തളിപ്പറമ്പ്, പയ്യന്നൂർ താലൂക്കുകളിലാണ് കൂടുതൽ നാശനഷ്ടമുണ്ടായത്. വളപട്ടണം പുഴയുടെ തീരപ്രദേശമായ ചെക്കിക്കടവ് മുതൽ എരഞ്ഞിക്കടവ് വരെയുള്ള ഭാഗങ്ങളിൽ വ്യാപകമായ മണ്ണിടിച്ചിലുണ്ടായി. പട്ടുവം, കൂത്താട്ടുകുന്നിലും മണ്ണിടിഞ്ഞു. പയ്യന്നൂർ പെരളത്ത് 2 വീടുകളുടെ കിണറുകൾ ഇടിഞ്ഞു താഴ്ന്നു. തകർച്ചയെ തുടർന്ന് വാസയോഗ്യമല്ലാത്ത വീടുകളിൽ നിന്ന് കുടുംബാംഗങ്ങളെ ബന്ധുവീടുകളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. ജില്ലയിൽ വരുന്ന 3 ദിവസം റെഡ് അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ഡിടിപിസിയുടെ കീഴിലുള്ള എല്ലാ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കുമുള്ള പ്രവേശനം നിരോധിച്ചു. സ്കൂളുകൾക്ക് ഇന്നും അവധി നൽകിയിരിക്കുകയാണ്. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ ഇന്ന് നിലമ്പൂർ അമൽ കോളേജിലെ ബിരുദദാന സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. രാവിലെ കോളേജിലെ വനിതാ ഹോസ്റ്റൽ ഉദ്ഘാടനം ചെയ്യുന്ന അദ്ദേഹം നൈപുണ്യ വികസന കേന്ദ്രം സന്ദർശിക്കും. തുടർന്നാണ് ബിരുദദാന സമ്മേളനം. പാഠഭാഗങ്ങൾക്കപ്പുറത്തെ പഠന സാധ്യതകളും അവസരങ്ങളും മനസ്സിലാക്കി വിദ്യാർത്ഥികൾ മുന്നോട്ടു പോകണമെന്ന് മന്ത്രി പി പ്രസാദ് പറഞ്ഞു. ആലപ്പുഴ സ്റ്റുഡന്റ്സ് ഇന്നവേറ്റീവ് ഒളിമ്പ്യാഡ് പദ്ധതിയിലെ ജേതാക്കളെ അനുമോദിക്കുന്ന പരിപാടി കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. വിദ്യാർത്ഥികൾക്ക് മത്സര പരീക്ഷകളിൽ വിജയം നേടിക്കൊടുക്കുകയെന്ന ലക്ഷ്യത്തോടെ ആവിഷ്കരിച്ച പദ്ധതിയാണിത്. ദേശീയ ശുചിത്വ റാങ്കിംഗിൽ കേരളം തിളക്കമേറിയ നേട്ടം കൈവരിച്ചതായി മന്ത്രി എം.ബി. രാജേഷ് ഫേസ്ബുക്ക് പോസ്റ്റിൽ അറിയിച്ചു. രാജ്യത്തെ 100 ശുചിത്വ നഗരങ്ങളുടെ പട്ടികയിൽ കേരളത്തിലെ 8 നഗരങ്ങൾ ഇടം നേടിയെന്ന സന്തോഷം അദ്ദേഹം പങ്കുവച്ചു. സംസ്ഥാനത്തെ 93 നഗരസഭകളിൽ 82ഉം ഇക്കുറി മികച്ച 1000 റാങ്കിൽ ഇടം നേടി. തിളക്കമേറിയ നേട്ടം സ്വന്തമാക്കിയ നഗരസഭകളെയും ഭരണസമിതികളെയും മന്ത്രി അഭിവാദ്യം ചെയ്തു. ദേശീയ ശുചിത്വ സർവേയായ സ്വച്ഛ് സർവേഷൻ 2024 ഗാർബേജ് ഫ്രീ സിറ്റി സ്റ്റാർ റേറ്റിംഗ്, ODF പ്ലസ് എന്നിവയിൽ ആലപ്പുഴ ജില്ലയിലെ നഗരസഭകൾ മികച്ച നേട്ടം സ്വന്തമാക്കി. ഇടത്തരം നഗരങ്ങളുടെ വിഭാഗത്തിൽ സംസ്ഥാനത്ത് ആലപ്പുഴ നഗരസഭ 1ാമതും ദേശീയതലത്തിൽ 80ാമതും സ്ഥാനത്തെത്തി. ഇതാദ്യമായാണ് കേരളത്തിൽ നിന്ന് ഒരു നഗരസഭ ദേശീയതലത്തിലെ ആദ്യ 100ൽ എത്തുന്നത്. അമേരിക്കയിലെ ലാസ് വെഗാസിൽ ഫ്രീ സ്റ്റൈൽ ഗ്രാൻഡ്സ്ലാം ചെസ് ടൂർ 4ാം പാദത്തിൽ ഇന്ത്യൻ ഗ്രാൻഡ് മാസ്റ്റർ ആർ പ്രജ്ഞാനന്ദ ക്വാർട്ടറിൽ പ്രവേശിച്ചു. ലോക 1ാം നമ്പർ താരം മാഗ്നസ് കാൾസനെ കീഴടക്കിയാണ് ക്വാർട്ടർ പ്രവേശനം. ഇന്ത്യയുടെ ലോക 5ാം നമ്പർ അർജുൻ എരിഗാസിയും ക്വാർട്ടറിൽ പ്രവേശിച്ചിട്ടുണ്ട്. 2030 ആവുമ്പോഴേക്കും മനുഷ്യനു പകരം നിർമ്മിത ബുദ്ധി ജോലികൾ ഏറ്റെടുക്കുമെന്ന് സ്പീക്കർ എ.എൻ. ഷംസീർ അഭിപ്രായപ്പെട്ടു. കോട്ടക്കൽ നഗരസഭയിലെ AI സാക്ഷരതാ മിഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു സ്പീക്കർ. സമീപ ഭാവിയിൽ AI ഉപയോഗത്തിൽ നിയന്ത്രണങ്ങൾ കൊണ്ടുവരേണ്ടി വരുമെന്നും സ്പീക്കർ പറഞ്ഞു. കൊല്ലം തേനി ദേശീയപാത 153ന്റെ നിർദ്ദിഷ്ട അലൈൻമെന്റ് അടിയന്തരമായി പുനഃപരിശോധിക്കണമെന്ന് മന്ത്രി സജി ചെറിയാൻ ആവശ്യപ്പെട്ടു. കൊല്ലക്കടവ് ആഞ്ഞിലിച്ചോട് ഭാഗത്തും MC റോഡിൽ പ്രാവൻകൂട് വരെ പ്രദേശത്തും 3000ത്തോളം വീടുകൾക്കും കടകൾക്കും അലൈൻമെന്റ് നഷ്ടമുണ്ടാക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. ബിജെപി സംസ്ഥാന ഭാരവാഹി യോഗം രാവിലെ തിരുവനന്തപുരത്ത് മാരാർജി ഭവനിൽ ചേരും. നിയുക്ത രാജ്യസഭാ MP സദാനന്ദൻ മാസ്റ്റർക്ക് യോഗത്തിൽ സ്വീകരണം നൽകും. ബിജെപിയുടെ പുതിയ സംസ്ഥാന ഭാരവാഹികളുടെ ആദ്യ യോഗമാണിത്. സദാനന്ദൻ മാസ്റ്റർക്ക് രാവിലെ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ബിജെപി പ്രവർത്തകർ സ്വീകരണം നൽകും. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ 2ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് KPCC സംഘടിപ്പിക്കുന്ന ഉമ്മൻചാണ്ടി സ്മൃതി സംഗമം രാവിലെ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പുതുപ്പള്ളിയിൽ ഉദ്ഘാടനം ചെയ്യും. ഉമ്മൻചാണ്ടി ഫൌണ്ടേഷൻ നിർമ്മിച്ച 12 വീടുകളുടെ താക്കോൽദാനവും KPCCയുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനവും ഇതോടൊപ്പം രാഹുൽ ഗാന്ധി നിർവഹിക്കും. നോർക്ക റൂട്ട്സ് ഡയറക്ടറും ലോക കേരള സഭ അംഗവുമായ ഡോക്ടർ എം അനിരുദ്ധൻ അന്തരിച്ചു. വടക്കേ അമേരിക്കയിലെ മലയാളികളുടെ സംഘടനയായ ഫൊക്കാനയുടെ സ്ഥാപകനും ആദ്യ പ്രസിഡന്റുമായിരുന്നു അദ്ദേഹം. കൊല്ലം ഓച്ചിറ സ്വദേശിയാണ്. പോഷക ഗവേഷണ ഉൽപാദന രംഗത്തും പ്രവാസി ഇന്ത്യക്കാരുടെ സാമൂഹ്യക്ഷേമത്തിനും നൽകിയ സംഭാവനകൾ പരിഗണിച്ച് അനിരുദ്ധന് പ്രവാസി ഭാരതീയ സമ്മാൻ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. കൊല്ലം തേവലക്കര ബോയ്സ് ഹൈസ്കൂളിൽ വിദ്യാർത്ഥി വൈദ്യുതാഘാതമേറ്റ് മരിച്ച സംഭവത്തിൽ സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ഇന്ന് അന്വേഷണത്തിന് സ്കൂളിലെത്തും. ശാസ്താംകോട്ട ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ ഇന്നലെ അന്വേഷണം ആരംഭിച്ചു. KSEBയും വകുപ്പുതല അന്വേഷണം നടത്തുന്നുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ബീഹാറും പശ്ചിമബംഗാളും സന്ദർശിക്കും. നിരവധി വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി തുടക്കമിടും. ഇന്ത്യൻ സൈന്യം ആകാശ് പ്രൈം സംവിധാനം വിജയകരമായി പരീക്ഷിച്ചു. നാവികസേനയുടെ INS നിസ്താർ വിശാഖപട്ടണത്ത് ഇന്ന് കമ്മീഷൻ ചെയ്യും.
മലപ്പുറം നഗരസഭയിലെ അങ്കണവാടികൾ പൂർണ്ണമായും ഹൈടെക്കായി. സംസ്ഥാനത്ത് ഇന്നും അതിശക്ത മഴയ്ക്ക് സാധ്യത. കാസർകോട്, കണ്ണൂർ, വയനാട് ജില്ലകളിൽ റെഡ് അലർട്ട്. 3 ജില്ലകളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി. ഇന്ത്യൻ ഗ്രാൻഡ് മാസ്റ്റർ ആർ പ്രജ്ഞാനന്ദ ലാസ് വെഗാസ് ഫ്രീസ്റ്റൈൽ ഗ്രാൻഡ്സ്ലാം ചെസ് ക്വാർട്ടറിൽ പ്രവേശിച്ചു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.